വളരെ പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ, അത് ഹൗൾ ചെയ്യാതിരിക്കാനാ ഞാൻ ഇങ്ങനെ നീങ്ങി. അപ്പോ വളരെ പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ, അദ്ദേഹത്തിന്റെ ഇപ്പം സംസാരിച്ചതിൽ നിന്ന് ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ജനപ്രതിനിധി എന്നാണ്. പലപ്പോഴും ഈ പല നേതാക്കളുമൊക്കെ നമ്മൾ കാണുമ്പോൾ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവർ ജനപ്രതിനിധി, അത് കഴിയുന്ന നിമിഷം മുതൽ അവർ പാർട്ടി പ്രതിനിധിയുമായി മാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി, പാർട്ടിക്കാർക്ക് വേണ്ടി, പാർട്ടിയിലുള്ളവർക്ക് വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ മാറുന്നത് നമ്മൾ പലതവണ ഒരു സ്ഥിരം കാഴ്ചയായി കണ്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ ശ്രീകണ്ഠേട്ടനൊക്കെ പറയുന്നത് ഈ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി, ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളിലൊരാളാണ് ശ്രീകണ്ഠേട്ടൻ എന്നൊക്കെ പറയുന്നത്. അതിന് വലിയ പ്രസക്തിയുമുണ്ട്. പലപ്പോഴും നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ചില വാക്കുകളുണ്ട്, ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയും. നമ്മളൊന്നിനെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളൊന്ന് ഇഷ്ടപ്പെട്ടു പോയി, ഒപ്പം നിർത്തിപ്പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇവരെല്ലാം ചെയ്യുന്ന എല്ലാ അനീതികൾക്കും നമ്മൾ കൂട്ടുനിൽക്കണം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല. നല്ല ആരോഗ്യത്തോടെ ജീവിച്ചാൽ തന്നെ നമുക്ക് ഒരു മനുഷ്യന്റെ പരമാവധി 12-13 തവണയാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ, ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ അവസരമാണ് മനുഷ്യായുസ്സിൽ കിട്ടുന്നത്. ഈ അവസരം വളരെ വിലപ്പെട്ടതാണ്. ഇതുപോലെ ഒരു നേതാവ് എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി, അല്ലാതെ പോസ്റ്ററിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല, അത് കഴിഞ്ഞാലും ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന ഒരു നേതാവ്, സധൈര്യം നമുക്ക് അടുത്തേക്ക് പോകാവുന്ന ഒരു നേതാവ്, ഇത് നിങ്ങൾ അടുത്തേക്ക് പോയില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു നേതാവ്, ഇതൊക്കെയാണ് ശ്രീകണ്ഠേട്ടൻ. അദ്ദേഹം ഈ പാലക്കാട് ഒക്കെ പറയും, നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ചൂടുണ്ട്, അതിന്റെ കൂട്ടത്തിൽ അല്ലാത്ത ചൂട് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു മണ്ഡലമാണ് ഇത്. അവിടെ ഇത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നടക്കുന്നു, പോകുന്നു. നമ്മുടെ ശബ്ദമായി ഡൽഹിയിൽ ഉയർന്നു കേൾക്കേണ്ടത് ശ്രീകണ്ഠേട്ടന്റെ ശബ്ദമാണ്. നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നവർ ഉറപ്പായും ചെയ്യുമെന്ന് പറയാൻ പരമാവധി ആളുകളോട് പറയുക, നമുക്ക് തെറ്റുകൾ ഇനി പറ്റരുത്. നിരന്തരമായ വിജയങ്ങൾ കൊണ്ടുണ്ടാകുന്ന പലരുടെയും മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്. അതൊന്നും ഇനി നമുക്ക് താങ്ങാവുന്നതല്ല. അവസാനം വോട്ടെണ്ണി കഴിയുമ്പം മറുപക്ഷത്തൊക്കെ സപ്ലൈക്കോയില് സാധനങ്ങൾ ഇരിക്കുന്ന പോലെ കുറച്ചേ കാണാവുള്ളൂ. ബാക്കി എല്ലാം ഇവിടെ ആയിരിക്കണം. നമുക്ക് ബാക്കി എല്ലാ വോട്ടുകളും ഈ ഭാഗത്ത് ഉണ്ടായിരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ വെയിലത്താണ് നിൽക്കുന്നത് എന്നത് പരിഗണിക്കും. ഒന്ന് മാറ്റി തരുമോ? ആ ടെമ്പോ ഒന്ന് മാറ്റി തരും. ആരാ ടെമ്പോന്റാണ്? KL53G. ആ മണ്ണിലൊന്നും സംസാരിച്ചു. പ്രിയങ്കരായ UDFിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന രമേശ് പിഷാരടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സഹർഷം ഈ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതായത് അവിടുന്ന് റോഡ് ആരും നോക്കിയിരുന്നുള്ളൂ. രാജകുമാരൻ, നമ്മുടെ പ്രിയങ്കരനായ ജനാധിപത്യ മതേതരവാദി. നിലപാടെന്ന് വെച്ചാൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ അവാർഡ് താല്പര്യങ്ങൾക്കോ വഴങ്ങാത്ത നിറകൂടം മലയാളത്തിന്റെ പ്രിയങ്കരനായ താരം ശ്രീ രമേശ് പിഷാരടിയെ പാലക്കാട് ലോക്സഭാ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നല്ല ചുള്ളനായിട്ടുണ്ടല്ലേ? തെരഞ്ഞെടുപ്പില് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലത്തിലും പ്രചരണം നടത്തിയിട്ടു പ്രിയങ്കരനായ റിയാസ് മുക്കോളി ഈ നിയോജകമണ്ഡലത്തിന്റെ ചുമതല വഹിക്കുന്ന UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എനിക്ക് കൈയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാന ഓട്ടത്തിലാണ്.